السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن ابن عباس رضي الله عنهما أن رسول الله صلى الله عليه وسلم نهى عن المجثمة وعن لبن الجلالة وأن يشرب من في السقاء. സുനൻ ഉദ്ദാരിമി. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുജസ്സമത്തിനെ തൊട്ട് നിരോധിച്ചു. മുജസ്സമത്ത് എന്ന് പറഞ്ഞാല് നാട്ടയായി നിർത്തുന്ന മൃഗം. അമ്പെയ്ത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് അത് വലിയ കുറ്റകരമായ കാര്യമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസുകളിലൂടെ വിരോധിച്ചൊരു കാര്യമാണ്. ഒരു പക്ഷിയെ എങ്ങനെ നിർത്തുക, അതല്ലെങ്കിൽ ഒരു മൃഗത്തെ എന്നിട്ട് ഇങ്ങനെ അമ്പെയ്യുക. അപ്പൊ ഉന്നം പഴക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉന്നം പരിശീലിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ജീവൻ പോയ മൃഗം അത് തിന്നാൻ പറ്റൂല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ഭക്ഷിക്കുന്നതിനെ തൊട്ട് വിരോധിച്ചു. മറ്റൊന്ന് വഅൻ ലബനിൽ ജല്ലാലയുടെ പാല് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. ജല്ലാല എന്ന് പറഞ്ഞാൽ ആക്കിലുൽ ജല്ലാൽ, ഈ നജസ് ഭക്ഷിക്കുന്ന ജീവി, കാട്ടം പോലെയുള്ള നജസ് ഭക്ഷിക്കുന്ന ജീവിക്കാണ് ജല്ലാല എന്ന് പറയുക. അപ്പൊ അതിന്റെ പാല് കുടിക്കരുത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജല്ലാല എന്ന് പറഞ്ഞാൽ ആക്കിരുൽ ജല്ലത്തി ബിഫത്ഹിൽ ജീമി അയ്യ നജാസത്തി, നജസ് ഭക്ഷിക്കുന്ന. എപ്പോ ഇതാ അവിടെ വിശദീകരണമുണ്ട്, പറയാം. വഇദാ വഹറ തഗയ്യുറു ലഹ്മി ജല്ലാലത്തി, ഈ നജസ് ഭക്ഷിക്കുന്ന ജീവിയുടെ മാംസത്തിന് വ്യത്യാസം വന്നാൽ, എന്ന് പറഞ്ഞാൽ അതിന്റെ രുചിയോ അതിന്റെ വാസനയോ അതിന്റെ നിറമോ ഒക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഭക്ഷിക്കൽ നമ്മുടെ മദ്ഹബില് മുഅ്തമദ് അനുസരിച്ച് കറാഹത്താകുന്നു. ഹറാമാണെന്നൊരു അഭിപ്രായം ഉള്ളത് ശരിയല്ല. ഹറാമാണ് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒക്കെ അക്കൂട്ടരിൽപ്പെട്ട ആളാ. നമ്മുടെ മദ്ഹബ് അനുസരിച്ച് നജസ് ഭക്ഷിക്കുന്ന ജീവികളൊക്കെ തിന്നതിന് വിരോധമല്ല. ഏതുവരെ അതിന്റെ ഈ നജസ്, അതിന്റെ വാസന ഈ മാംസത്തിലുണ്ട്, അതല്ലെങ്കിൽ അതിന്റെ രുചി, ആ നജസിന്റെ രുചിയുണ്ട്, അതല്ലെങ്കിൽ നിറം അങ്ങനെയായിട്ടുണ്ട്, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല എന്ന കറാഹത്തുണ്ട്. അങ്ങനൊന്നും ഇല്ലേ നജസിന്റെ രുചി? ഇപ്പൊ നമ്മളൊക്കെ സാധാരണ ഭക്ഷിക്കുന്ന ആൾക്കാർ അതിലൊന്നും ഇപ്പൊ ഈ നജസിന്റെ രുചിയും കാര്യങ്ങളും ഉണ്ടാവില്ല. എന്നാ കറാഹത്തും ഇല്ല, തീർത്തും അനുവദനീയമാണ്. രുചി ഉണ്ടെങ്കിൽ തന്നെ, അതല്ലെങ്കിൽ വാസന വ്യത്യാസപ്പെട്ടിട്ടുണ്ട്, നിറം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്, എന്നാൽ കറാഹത്തുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഹി ഈ വിശദീകരണം അനുസരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കറാഹത്തുണ്ട് എന്നാ പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ ഇമാം ഇബ്നു ഹജ്റുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ചില മസ്അലകൾ പറയുന്നു. അതായത് യുക്റഹു ഇത്ആമു മഅകൂലത്തിൻ നജാസത്ത്, ഭക്ഷ്യയോഗ്യമായ ഒരു ജീവിക്ക് നജസ് തിന്നാൻ കൊടുക്കരുത്. നജസ് തിന്നാൻ കൊടുക്കല് കറാഹത്താണ്. അപ്പൊ നജസ് നമ്മൾ കൊടുക്കണില്ല, അതങ്ങനെ കൊത്തി തിന്നുന്നുണ്ട്. അപ്പോഴും ഈ പറഞ്ഞ മസാല തന്നെ, അതിന്റെ മാംസത്തിന്റെ മസാല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ അതിന്റെ രുചിയോ വാസനയോ നിറമോ ഒക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ കറാഹത്ത് എന്ന് പറയാം, അതല്ലെങ്കിൽ കറാഹത്തുമില്ല. അപ്പൊ അത് അവിടെ പറയുള്ളൂ. അപ്പൊ തീർത്തും ത്വാഹിറായ ശുദ്ധിയുള്ളത് മാത്രം തിന്നാൻ കൊടുത്തു, അതല്ലെങ്കിൽ നജസായത്, അതല്ലെങ്കിൽ നജസ് തന്നെ, പക്ഷെ ഈ പറഞ്ഞ രീതിയിൽ മാംസത്തിന് വ്യത്യാസമൊന്നുമില്ല, എന്നാൽ തീർത്തും അത് അനുവദനീയമാണ്. കറാഹത്തില്ലാതെ തന്നെ അനുവദനീയമാണ്. അവിടെ പല മസാലകളും ഉണ്ട്. അതുപോലെ തന്നെ ഒരു ആട്ടിൻകുട്ടി, ഉദാഹരണം പറയുന്നു, ഒരു ആട്ടിൻകുട്ടി, ആ ആട്ടിൻകുട്ടി അത് പട്ടിയുടെ പാല് കുടിച്ചിട്ടാണ് വളർന്നത്. അപ്പോഴും അതിന്റെ മസാലയും അങ്ങനെ തന്നെയാണ്. അതിന്റെ മാംസം വ്യത്യാസപ്പെട്ടാൽ ഈ പറഞ്ഞ രീതിയിൽ കറാഹത്തുണ്ട്, അല്ലെങ്കിൽ അതും കുഴപ്പമില്ല. അപ്പൊ അതും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചതാണ്. ഈ തോൽപാത്രത്തിന്റെ വായ്ഭാഗത്തിലൂടെ കുടിക്കലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിരോധിച്ചു. അത് ഉണ്ടാകാൻ പാടില്ല.
അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ നജസ് ചാടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കാണൂലല്ലോ, നമ്മൾ ഇങ്ങനെ കുടിക്കല്ലേ. അപ്പൊ അങ്ങനെ ഒറ്റയടിക്കെടുത്ത് കുടിക്കരുത്, അതിന്റെ വായ്ഭാഗത്തിലൂടെ കുടിക്കരുത് എന്ന് ആ നിലക്ക് വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.